വിദേശത്തിരുന്നിട്ടും കേരളത്തിലെ അമ്മമാരുടെയും സകലമാന പെണ്ണുങ്ങളുടെയും തെറിവിളി മേടിച്ചു കൂട്ടുന്ന ഒരു മുഖ്യൻ പിണറായി വിജയൻ മാത്രം. കഴിഞ്ഞ ദിവസം, അതായത് മെയ് 12 മാതൃദിനത്തിൽ മുഖ്യൻ അമ്മമാരെ കയ്യിലെടുക്കാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ ഒത്തില്ല. പിണറായി വിജയൻ വിചാരിച്ചതങ്ങോട്ട് ഒത്തില്ല. പകരം കിട്ടിയതോ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണ്. സ്ത്രീകളെ തള്ളി മറിച്ചങ്ങ് എഴുതി വന്നപ്പോൾ എല്ലാം ബൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ വായിലെ പിരിവെട്ടുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മലയാളികൾ. ഇതേ പോസ്റ്റും തള്ളി വന്ന ശിവൻകുട്ടിക്കും കൊടുത്തിട്ടുണ്ട് മലയാളികൾ. മുഖ്യന്റെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. എല്ലാം സഹിച്ചും പൊറുത്തും മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരെന്ന ത്യാഗിയുടെ പരിവേഷമാണ് പൊതുവെ അമ്മമാർക്ക് നൽകി വരുന്നത്. നൂറ്റാണ്ടുകളായി നാം ജീവിച്ചു പോരുന്ന ഈ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്ര യുക്തിയാണ് ഈ വാദത്തിന് പിന്നിലെന്ന് കാണാം. ലിംഗ അസമത്വം മുൻനിർത്തിയും ചൂഷണം തുടരുന്ന നിലവിലെ മുതലാളിത്ത വ്യവസ്ഥയിലും ഈ പരിവേഷം വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. സ്ത്രീ സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരായി കണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വാശ്രയത്വത്തെയും വിലക്കുന്ന ഈ വാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. സ്വയം പരിഷ്കരിക്കുന്നതോടൊപ്പം ചുറ്റുമുള്ളവരെയും ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ഈ പോരാട്ടം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ. തുല്യതയ്ക്കായും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായുമുള്ള സമര മുന്നേറ്റങ്ങളിൽ ഈ അവകാശ പോരാട്ടങ്ങളും കണ്ണിച്ചേർക്കണം. അങ്ങനെ വിശാലമായ ജനകീയ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിലൂടെ പുതിയ ഒരു ലോകം യാഥാർത്ഥ്യമാകും. ഇതിനായി നാം ഒരുമിച്ച് മുന്നേറേണ്ടതുണ്ട്. സ്ത്രീ എന്നാൽ രണ്ടാം കിട വ്യക്തി എന്ന കാഴ്ചപ്പാടിനെ തിരുത്തി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വലിയ ആശയങ്ങൾ നാം ഏറ്റെടുക്കണം. അതിനായുള്ള പരിശ്രമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരമാകട്ടെ ഈ മാതൃദിനം. ഇതായിരുന്നു എഴുതി തള്ളിയത്. എഴുത്തൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട് മുഖ്യ. എത്രയോ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ആളാണ് നിങ്ങൾ. എത്ര പെണ്ണുങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ചു. എന്നിട്ടും ഒരു മനസാക്ഷി കുത്തും തോന്നാതെ ഇതൊക്കെ പടച്ചുവിടാൻ എങ്ങനെ കഴിയുന്നുവെന്നാണ് ഈ പോസ്റ്റിന് താഴത്തെ കമന്റുകൾ. സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി കാണുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ കെ ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കി മാതൃക കാണിച്ച് നിങ്ങൾ തന്നെ മുന്നിട്ട് വരണം എന്നാണ് എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വടി കൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ടി.പിയുടെ അമ്മ പച്ചയ്ക്ക് പറഞ്ഞതൊന്ന് ഓർക്കണം. എൻ്റെ മകനെ കൊന്നത് പിണറായി ആണ് എന്ന്. പക്ഷെ ഈ നിമിഷം വരെ പാർട്ടിയോ മുഖ്യനോ അതൊന്നും തിരുത്തി പറയാൻ പോലും തയ്യാറായിട്ടില്ല. മകന്റെ മുഖം പോലും ഒന്ന് കാണാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഒന്നേ നോക്കിയുള്ളൂ, ചങ്ക് പിടഞ്ഞിട്ടുണ്ടാകില്ലേ. മരണം വരെയും ആ അമ്മയുടെ കണ്ണീര് പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകും. കാരണം ചെയ്തത് അത്രയും വലിയ പാപമാണ്. ആ അമ്മയെ അനാഥമാക്കി, രമയുടെ കെട്ടുതാലി പൊട്ടിച്ചു, ആ മകന് അച്ഛനില്ലാതാക്കി. എന്നിട്ടും കലിയടങ്ങാതെ ടി.പിയെ കുലംകുത്തിയെന്ന് വിളിച്ചു. പൊറുക്കാനാകുന്ന തെറ്റല്ല ചെയ്തു കൂട്ടിയത്. അതിന്റെ തിരിച്ചടിയാണ് CPM-ന് ഒഞ്ചിയത്ത് നിന്ന് കിട്ടിയത്. പാർട്ടി കോട്ടയിൽ പിന്നീട് ഇങ്ങോട്ട് നിലം തൊട്ടിട്ടില്ല CPM. ഒഞ്ചിയം പിടിച്ചെടുക്കണമെന്ന് പിണറായി കച്ചകെട്ടി ഇറങ്ങിയിട്ടും തോൽവിയായിരുന്നു ഫലം. തീർന്നില്ല. ടി.പിയുടെ അമ്മയുടെ മാത്രമല്ല, എത്രയോ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തി ഈ പാർട്ടിയും പിണറായി വിജയനും. അഭിമന്യുവിനും ഒരമ്മയുണ്ട്, സിദ്ധാർത്ഥിനും ഒരമ്മയുണ്ട്, വാളയാർ പെൺകുട്ടികൾക്കും ഒരമ്മയുണ്ട്. ഇങ്ങനെ നീളും ഇവർ ചെയ്തു കൂട്ടിയ കൊടും പാതകങ്ങളുടെ കണക്ക്. നീതി ഉറപ്പാക്കുമെന്ന് അഭിമന്യുവിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് കൊലയാളി കൂട്ടത്തിന് ഒത്താശ ചെയ്തിട്ട് ലവലേശം ഉളുപ്പില്ലാതെ മാതൃദിനം ആശംസിക്കാനും വേണം അപാര തൊലിക്കട്ടി. വാളയാറിലെ പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയവന്മാരെ രക്ഷിക്കാൻ ആ പിഞ്ചു കുട്ടികളുടെ അച്ഛന്റെ തലയിൽ കേസ് കൊണ്ടിടാൻ പ്ലാനിംഗ് നടത്തി പോലീസ്. അവർക്ക് കൂട്ടുനിന്നു കൊടുത്ത ആഭ്യന്തരമന്ത്രി.